വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ TV പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആരൊക്കെ നമ്മെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ദൈവം നമ്മെ താഴ്ത്താത്തിടത്തോളം കാലം ഒരു സ്ഥലത്തും താഴുവാൻ ദൈവം സമ്മതിക്കില്ല. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം, പ്രതികരിക്കുന്ന ദൈവം. നിങ്ങളുടെ വിഷയത്തിൽ യേശു പ്രതികരിക്കും. നിങ്ങളുടെ തകർച്ചയുള്ള വിഷയത്തിൽ യേശു പ്രതികരിക്കും. പല ആളുകളും പലരും പ്രതികരിക്കുന്നില്ല എൻ്റെ വിഷയത്തിൽ എന്ന് വിചാരിച്ച് ഭാരപ്പെടുകയാണ്. ഈ ഉലകം ചമച്ച അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയ ഈ ഉലകത്തിലേക്ക് ജനിച്ചപ്പോൾ കീറ്റുശീലയിൽ പിറന്നു വീണ ഉന്നതനായ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ പ്രതികരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ വിഷയത്തിനകത്ത് പ്രതികരിക്കും. ലോകത്തിൽ ആരും പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളെ ശാസിച്ച ആളുകൾ, നിങ്ങളെ പരിഹസിച്ച ആളുകൾ, നിങ്ങളെ നിന്ദിച്ച ആളുകൾ തന്നെ നിങ്ങളെ വിളിക്കുന്ന ഒരു ദിവസം വരും. നിങ്ങളെ വിളിക്കുന്ന ഒരു ദിവസം വരും. യേശു കർത്താവ് പറഞ്ഞു, അവരെ വിളിക്കാൻ പറഞ്ഞു. യേശുവിൻ്റെ അടുത്ത് അവനെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് 2 കാര്യം അവനോട് പറഞ്ഞു. 1, ധൈര്യപ്പെടുക. 2, എഴുന്നേൽക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി നാളുകൊണ്ട് നിലവിളിക്കുന്നത് കൊണ്ട് ധൈര്യം നഷ്ടപ്പെട്ടു പോയാൽ ഒരു ധൈര്യം ദൈവം നിങ്ങൾക്ക് തരും. യേശു ഉള്ളത് ഒരു ധൈര്യമാണ്. യേശു ഉള്ളത് എഴുന്നേൽക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രഭാഷണം നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തും. പ്രതീക്ഷയോടെ നമുക്ക് കേൾക്കാം പ്രതികരിക്കുന്ന ദൈവത്തെക്കുറിച്ച്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. ഒരു മനുഷ്യൻ യെരൂശലേമിന്റെ തെരുവീതിയിരുന്ന് കുറച്ച് നേരമായിട്ട് എന്തോ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അവൻ വിളിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവൻ്റെ കണ്ണ് കാണത്തില്ല. ജന്മന ഇന്നുവരെ അവനൊന്നും കണ്ടിട്ടില്ല, അവനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവൻ അവിടെ ഇരുന്ന് പണ്ട് വിളിച്ച പോലല്ല, ഇപ്പോൾ ഒരു പുതിയ വിളി വിളിക്കുന്നുണ്ട്. ആ വിളി ഇങ്ങനാണ്: നസറനായ യേശുവേ, എന്നെ വിടുവിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി നേരം കൊണ്ട് വിളിക്കുക. ഒരു കാര്യം പറയാം, യേശുവിനെ വിളിച്ചാൽ യേശു നിന്നെ വിളിക്കും. ഒരാമയും പറഞ്ഞേ. യേശുവിനെ വിളിച്ചാൽ യേശു നിന്നെ വിളിക്കും. നിന്റെ വിളിക്ക് ലോകത്തിൽ ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും കർത്താവ് നിന്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യും. യേശു നിന്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യും. പലരും നിന്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും യേശു നിന്റെ വിളിക്ക് റെസ്പോണ്ട് ചെയ്യും. ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞേ. ഒരു മനുഷ്യൻ യെരൂശലേമിന്റെ തെരുവീതിയിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിളിക്കുന്നത്, യേശുവേ, നസറനായ യേശുവേ, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. ഇവൻ യേശുവിനെ വിളിച്ചിട്ടുള്ളോ? അല്ല, പലരെയും വിളിച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ രക്ഷപ്പെട്ടോ? ഇല്ല. ഇന്നത്തെ വിളി രക്ഷപ്പെടുന്ന വിളിയാ. ഇന്നത്തെ ആരാധന രക്ഷപ്പെടുന്ന ആരാധനയാ. ഇന്നത്തെ സ്തോത്രം പറച്ചില് വിടുതല കിട്ടുന്ന സ്തോത്രം പറച്ചില്. ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് നീ വിളിച്ചു തുടങ്ങുന്ന വിളിയുണ്ടല്ലോ. ആരും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും, ഉലകത്തിൽ ഒരുത്തനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും, ഇന്ന് രാവിലെ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്ന ഉറപ്പുള്ള ദൈവമക്കൾ കൈയുയർത്തി ശക്തിയോടെ ആമേൻ പറഞ്ഞേ. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലല്ലേ, നീ പിന്നെ എന്തിനാ രക്ഷിക്കണമെന്ന് വിളിക്കുന്നേ? അവൻ എന്നോട് പറഞ്ഞു, നാണയത്തൊട്ടിട്ട് തരുന്ന പലരും പറഞ്ഞു, ഡോക്ടർമാരെക്കാൾ വലിയൊരു ഡോക്ടറുണ്ട്, വൈദ്യന്മാരെക്കാൾ പരമവൈദ്യനുണ്ട്, സൗഖ്യത്തെക്കാൾ വലിയൊരു സൃഷ്ടാവുണ്ട്. അവനെ വിളിച്ചാൽ അവൻ എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് സഭയാർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞേ. ഇന്നത്തെ രാവിലെ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ വിളിയുടെ മുൻപിൽ
യേശു റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഈ പ്രസംഗത്തിനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്, റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം. എന്നാ ചെയ്യുന്ന ദൈവം? പ്രതികരിക്കുന്ന ദൈവം. ഒരാമീൻ പറ. വിളിച്ചത് നസ്രയനായ യേശുവേ, അവനോട് ആരാണ്ട് പറഞ്ഞു, ഈ വഴിയായിട്ട് നസ്രയനായ യേശു പോകുന്നുണ്ട്. ആര് പോകുന്നുണ്ട്? നസ്രയനായ യേശു പോകുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, യേശു പോകുന്നുണ്ടെന്ന് കേട്ടാൽ വിളിച്ചോണം. അവനോട് 3 കാര്യം യേശു പറഞ്ഞു. 3 കാര്യം ഞാൻ നിർത്തി 3 കാര്യം പറയാം. 1, അവനെ വിളിപ്പീൻ. 2, അവനോട് പറഞ്ഞു, ആൾക്കാരോട് പറഞ്ഞു അവനെ വിളിക്കാൻ. എന്നിട്ട് അവനോട് പറഞ്ഞു ധൈര്യപ്പെടുക. 2, അവനോട് പറഞ്ഞു എഴുന്നേൽക്കാം. എന്തൊക്കെയാ പറഞ്ഞേ? ആൾക്കാരോട് പറഞ്ഞു അവനെ വിളിക്കാൻ. നിന്നെ കുറ്റപ്പെടുത്തിയോനോട് യേശു ഒരു വാക്ക് പറയുമ്പോൾ നിലവിളിച്ച നിന്നോട് യേശു 2 വാക്ക് പറയും. കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, നിന്റെ കുടുംബത്തെ മിണ്ടാതിരിക്കാൻ പറഞ്ഞോനോട്, നിന്റെ തലമുറയോട് ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞോനോട് യേശു ഒരു വാക്ക് പറയുമ്പോൾ ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് നിന്നോട് 2 വാക്ക് പറയാൻ പോകുകയാ. നിന്റെ കുടുംബത്തോട് 2 വാക്ക് പറയാൻ പോകുകയാ. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് അല്പനിമിഷം കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിന്റെ കുടുംബത്തോട് യേശു 2 വാക്ക് പറയും. ഓക്കെ, അപ്പം ഒന്നാമത്തെ കൂടെ നിന്ന ആളുകളുടെ റെസ്പോൺസാണ് പറയാൻ പോകുന്നത്. 2 റെസ്പോൺസ് നിങ്ങളെ കാണിക്കും. 1, നാട്ടുകാരുടെ റെസ്പോൺസ്. 2, യേശുവിൻ്റെ റെസ്പോൺസ്. നാട്ടുകാരുടെ അവനോടുള്ള റെസ്പോൺസ് എന്നാന്നറിയോ? പ്രതികരണം എന്നാന്നറിയോ? എന്തിനാടാ തൊള്ള തുറക്കുന്നേ? ഈ മര്യാദയ്ക്ക് ബാക്കിയുള്ള കുരുടന്മാരൊക്കെ ഇവിടെ ഇരിക്കുമല്ലയോ? നിനക്കും അങ്ങനെ ഇരുന്നാ പോരായോ? ഈ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന കുരുടന്മാരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. രാമയും പറഞ്ഞോ, ഡീസൻ്റ് ആയിട്ടിരിക്കുന്നവരല്ലേ ഇപ്പോഴും ഇവിടെ ഉണ്ട്, അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ അൺഡീസൻ്റ് ആയിട്ട് യേശുവിനെ വിളിക്കാൻ തുടങ്ങിയ വിഷയത്തെ യേശു പ്രതികരിക്കും. ഇവിടെ വന്നിരുന്ന് പ്രതികരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യേശു ഇന്ന് രാവിലെ പ്രതികരിക്കും. ഇന്ന് രാവിലെ നീ വിളിക്കുന്നുണ്ടോ എനിക്കൊരു മാറ്റം തരണമെന്ന് നീ പറഞ്ഞാൽ മതി, നിനക്ക് മാറ്റം ഉണ്ടാകാൻ പോവാ. മാറ്റം തരണമെന്ന് നീ നമ്പരാത്മാവിൽ നിന്ന് വിളിച്ചാൽ മതി, നിനക്ക് മാറ്റം തരാൻ പോവാ. ഞാൻ പറഞ്ഞു വരാൻ പോവാ, എന്നെ ഒന്ന് കേട്ടോണം. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുരുടന്റെ പേരിൽ അപവാദം വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവന്റെ പേരിൽ അപവാദമുണ്ട്. തൊള്ള തുറക്കുന്നവൻ. എന്തുവന്ന? ഒന്നാമത്തെ അപവാദം, തൊള്ള തുറക്കുന്നവൻ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നാട്ടുകാർ പറയും, നിന്നെക്കുറിച്ച് അപവാദം പറയും, നിന്നെക്കുറിച്ച് വേണ്ടാതീനം പറയും, നിന്നെക്കുറിച്ച് എല്ലാ തിന്മയും കളവായിട്ട് പറയും. തൻ്റെ ഇടമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് രാവിലെ നിന്റെ ആരാധന കൊണ്ട്, നിന്റെ സ്തുതി കൊണ്ട്, നിന്റെ കൈയടി കൊണ്ട് യേശുവിനോട് പ്രതികരിച്ചു തുടങ്ങിക്കോ. ഇതിന്റെ നടുവിലൂടെ നടക്കുന്ന ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാ. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഇന്നത്തെ രാവിലെ എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാ. നിന്നെ വിളിക്കാൻ അവൻ പറയും, നിന്റെ വീടിനെ വിളിക്കാൻ അവൻ പറയും. എന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് എന്നോട് ചിലരെ വിളിക്കാൻ പറയുന്നുണ്ട്. യേശു നിന്നെ വിളിക്കാൻ പോവാ. യേശു നിന്റെ കുടുംബത്തെ വിളിക്കാൻ പോവാ. യേശു നിന്റെ തലമുറയെ വിളിക്കാൻ പോവാ. ഇന്ന് രാവിലെ അവൻ നിന്നെ വിളിച്ച അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ കൈയടിച്ച് റെസ്പോണ്ട് ചെയ്തോ. ഇന്ന് രാവിലെ ദൈവത്തോട് പ്രതികരിച്ചോ. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. നിനക്കു വേണ്ടി യേശു നിൽക്കും. നിനക്കു വേണ്ടി യേശു തിരിയും. 2 കാര്യം ഞാൻ പറഞ്ഞു. 1, യേശു നിൽക്കും. 2, യേശു തിരിയും. യേശു നിന്നത് നിന്നെ വിളിക്കാനാ. വേറെ ആരും വിളിക്കാതെ നിന്നെ വിളിക്കും.
നീ കുറച്ച് നാളുകൊണ്ട് വിളിക്കുകയല്ലയോ, കുറച്ച് നാളുകൊണ്ട് കരയല്ലേ, കുറച്ച് നാളുകൊണ്ട് നിലവിളിക്കുകയല്ലേ. ഇന്ന് രാവിലെ എന്റെ ദൈവം നിന്നെ വിളിക്കാൻ പോവാ. ഉറപ്പുള്ള ദൈവമക്കളെ പ്രതികരിച്ചോ ദൈവത്തോട്. ഇന്ന് രാവിലെ അവൻ നിന്നെ വിളിക്കാൻ പോവാ, അവൻ നിന്നെ വിളിക്കാൻ പോവാ. ചില ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ യേശു ഇവിടെ നിൽക്കാൻ പോവുകയാ. യേശു തിരിഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ ബർത്തിമായുടെ സ്ഥലത്ത് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എന്നെ വിളിക്കാൻ പറയും, അവറാച്ചാനെ വിളിക്കാൻ പറയും, മേരിയെ വിളിക്കാൻ പറയും, സൂസനെ വിളിക്കാൻ പറയും. കൈ ഉയർത്തി ആമേൻ പറയും. ഇന്ന് രാവിലെ എന്റെ ദൈവം നിങ്ങളെ വിളിക്കാൻ പോകുകയാ, എന്റെ കർത്താവ് നിങ്ങളെ വിളിക്കാൻ പോകുകയാ. ശരി, ഇനിയും വിളിച്ചവനെ കുറിച്ച് ഞാൻ പറയാൻ പോവാ, നിങ്ങൾ കേട്ടോണം. ഇവൻ കുറച്ചു നേരം കൊണ്ട് തെരുവീതി ഇരുന്ന് ആരെയാ വിളിക്കുന്നേ? യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു നേരമായിട്ടും യേശു നിൽക്കുന്നില്ല. അതെന്താ യേശു കുറച്ചു നേരമായിട്ട് നിൽക്കാത്തെന്നറിയാമോ? നീ വിളി നിർത്തുമോ എന്നറിയാനാ. ചിലർ കുറച്ചു നാൾ ആരാധനയ്ക്ക് വന്നൊന്നും കിട്ടിയില്ലെങ്കിൽ വരവ് നിർത്തും. കൈ കൊടുത്ത് പറ, വരവ് നിർത്തരുതെന്ന് പറ. എന്ന് വരെ വരണം? അവൻ്റെ വരവോളം വരണം. കൈ കൊടുത്ത് പറ, അവൻ്റെ വരവോളം വരണമെന്ന് പറ. എന്ന് വരെയാ വരണ്ടേ? മോടെ കല്യാണം കഴിയുമ്പോൾ തിരിച്ചു കയറി പോവരുത്, മോൻ്റെ കല്യാണം കഴിയുമ്പോൾ തിരിച്ചു കയറി പോവരുത്. യേശുവിൻ്റെ വരവോളം യോഗത്തിന് വരണം. യേശുവിൻ്റെ വരവോളം നിലവിളിക്കണം. യേശുവിൻ്റെ വരവോളം പ്രതികരിക്കണം. യേശുവിൻ്റെ വരവോളം കർത്താവിന് വേണ്ടി നിൽക്കണം. യേശുവിൻ്റെ വരവോളം അവൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് ആമേൻ പറഞ്ഞേ. ഇവൻ യേശുവിനെ വിളിക്കുമ്പം അവൻ സീറോയാണ്. യേശുവിനെ വിളിക്കുമ്പോൾ ആരാ? ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഭിക്ഷക്കാരനല്ലേ. അവൻ സീറോയാ. യേശു അവനെ വിളിച്ചപ്പം അവൻ ഹീറോ ആയി. മനസ്സിലായവരാമേൻ പറഞ്ഞു. ഇപ്പൊ നീ വട്ടപൂജ, പക്ഷെ കർത്താവ് നിന്നെ വിളിച്ചാ നീ ആള് മാറും കേട്ടോ. കർത്താവ് നിന്നെ വിളിച്ചാ നീ ആള് മാറും. കർത്താവ് വിളിച്ചോരല്ല ആള് മാറിയിട്ടുണ്ട്. കർത്താവ് വിളിച്ചോരല്ല ആള് മാറിയിട്ടുണ്ട്. യേശു വിളിച്ചോരല്ല ആള് മാറിയിട്ടുണ്ട്. ഓക്കെ, യേശു വിളിക്കുന്നിടം വരെ അവൻ വട്ടപൂജയായിരുന്നു. എന്ന് കാണിച്ച യേശു വിളിക്കുന്നിടം വരെ അവൻ ചിലർ എക്സാം എഴുതിയിട്ട് കിട്ടുന്ന മാർക്ക് പോലെ വട്ടപൂജയായിരുന്നു. യേശു നിന്നെ വിളിക്കുന്നിടം വരെ നീ വട്ടപൂജ. ഒരു കാര്യം കേട്ടോണം, യേശു നിന്നെ വിളിക്കുന്നിടം വരെ നീ വിളിച്ചോണ്ടിരിക്കണം. ഒരു ദിവസം അവൻ നിന്നെ വിളിക്കും. ഒരു ദിവസം നിന്റെ കുടുംബത്തെ അവൻ വിളിക്കും. ഒരു ദിവസം നിന്റെ തലമുറയെ അവൻ വിളിക്കും. ഒരു ദിവസം നിന്റെ വിഷയത്തിനകത്ത് അവൻ പ്രതികരിക്കും. ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിന് എൻ്റെ ദൈവം പ്രതികരിക്കുന്ന നാഴികയെന്ന് ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഇന്നത്തെ രാവിലെ എൻ്റെ യേശു നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുകയാ. നിന്റെ വിഷയത്തിൽ മറുപടി പറയാൻ പോകുകയാ. നിന്റെ വിഷയത്തോട് അവൻ പ്രതികരിക്കാൻ പോകുകയാ. യേശു പ്രതികരിക്കും. കൈ കൊടുത്ത് പറ, യേശു പ്രതികരിക്കും. രണ്ടു പേർക്ക് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് പറഞ്ഞേ, യേശു പ്രതികരിക്കും. എന്ന് പ്രതികരിക്കും അമ്മാമ? ഇന്ന് പ്രതികരിക്കും. കൈയർത്തി ആമയും പറഞ്ഞോ. പ്രതികരിക്കാൻ പോവാ. പരിശുദ്ധ ഇന്നലെ രാത്രിയിലത്തെ മീറ്റിംഗ് വെച്ചാ ഈ വചനം എൻ്റെ അകത്ത് തരുന്നത്. എനിക്ക് ഒരു വചനം കത്തിയ പിന്നെ ഉറക്കം വരുന്നത്. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എന്ന് കിടന്നേ ഈ വചനത്തിൻ്റെ പൊരുൾ തിരിച്ച് പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, മക്കളെ, ഞാൻ വിളിച്ചോരെല്ലാം മാറിയിട്ടുണ്ട്. പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ശൗമേലിനെ മുലകുടി മാറിയ പ്രായത്തിൽ ദൈവം വിളിച്ചു. ശൗമേലേ, ശൗമേലേ. ദാൻ മുതൽ ബേർശേവ വരെ വിശ്വസ്ത പ്രവാചകനായി മാറി. അഭിപ്രായം ദൈവത്തിന് അറിയണ്ട. നിന്റെ കൂടെ നിന്നവന്റെ അഭിപ്രായം ദൈവത്തിന് അറിയണ്ട. ഒരു മനുഷ്യൻ എരിഹോവിന്റെ തെരുവീതി ഇരുന്ന് വിളിക്കുക. അവൻ എന്താ വിളിക്കുന്നേ? യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണയുണ്ടാകണം, എന്നോട് കരുണയുണ്ട്. ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പം അവനെ ആര് വിളിച്ചു? യേശു വിളിച്ചു. യേശു അവനെ വിളിച്ചപ്പം അവൻ ആരായി? വട്ടപൂജ്യമായിരുന്നു. ഇപ്പം ഹീറോ ആയി. ഇപ്പം ആരായി? നിങ്ങൾ ഇന്ന് രാവിലെ ഹീറോ ആകാൻ പോവാ. രാമൻ ശരിക്ക് പറഞ്ഞോ,
ഇന്നത്തെ രാവിലെ ആരാധനയ്ക്ക് ശേഷം നിങ്ങൾ ഹീറോയാകുക. എന്നെ കേട്ടെ, യേശു വിളിച്ച എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉപദ്രവിക്കാൻ വന്നവനെ ഒരിക്കൽ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് വിളിച്ച് അപ്പോസ്തലനാക്കി. കഴുതയെ തേടി വന്നവനെ രാജാവാക്കി. ഇതാ ദൈവത്തിന്റെ വിളി. മുക്കുവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റി. സഭയെ ഉപദ്രവിക്കുന്നവനെ അപ്പോസ്തലനാക്കി മാറ്റി. ഇന്ന് രാവിലെ നിന്നെ കർത്താവ് വിളിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ആട്ടിമുടി മുഴുവൻ മാറ്റാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. എത്ര ദൈവമക്കൾ കുറപ്പുണ്ട്. ഇന്ന് രാവിലെ യേശു നിന്നെ വിളിക്കാൻ വകയാ. നിങ്ങൾ വിളിച്ചു തുടങ്ങുക യേശുവേന്ന്. അവൻ ഇന്ന് രാവിലെ നിന്നെ വിളിക്കാൻ വകയാ. ഏത് പുസ്തകത്തിനകത്ത് യേശു വിളിച്ചവർക്ക് എല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറ, യേശു വിളിച്ചവർക്ക് എല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവരോട് ചോദിച്ചേ, ഒന്നുകൂടെ ചോദിക്കണം, നിങ്ങൾക്ക് മാറ്റം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. കഴിഞ്ഞൊരു ദിവസം എന്നെ കാണാൻ ചെറുക്കം വന്നു കേട്ടോ. അവൻ്റെ പണ്ടത്തെ പണി പോക്കറ്റ് അടിക്കുന്നായിരുന്നു. ബസ്സേ കയറി തെള്ളുണ്ടാക്കും, എന്നിട്ട് മുമ്പ് നിൽക്കുന്ന ആളിൻ്റെ പോക്കറ്റ് അടിച്ച് അവൻ്റെ പോക്കറ്റിൽ കൊണ്ടുവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ മാറ്റം വല്ലതും ഉണ്ടായോ? അവനോട് പറഞ്ഞച്ചാ, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ ബസ്സേ കയറി പോക്കറ്റ് അടിച്ചിട്ടില്ല. പുള്ളി ബസ്സേ കയറി പോക്കറ്റ് അടിക്കത്തില്ല, സഭയെ വന്ന് പോക്കറ്റ് അടിക്കും. അപ്പം ഞാൻ നോക്കി എൻ്റെ പേഴ്സ് ഉണ്ടോന്ന്. ബസ്സേ കയറി ഇപ്പം എന്നെ അടിക്കത്തില്ല, പോക്കറ്റ് അടിക്കത്തില്ല. ഇപ്പം എവിടെ കയറിയാ പോക്കറ്റ് അടിക്കുന്നേ? അതിൻ്റെ പേര് മാനസാന്തരമൊന്നല്ല, അതിൻ്റെ പേര് കുബിത്തിന്നാ. ഒരാമയും പറഞ്ഞേ. മാനസാന്തരപ്പെട്ടവൻ ഇനിയും പേഴ്സല്ല, 2.5 കോടി രൂപ കിടന്നാലും എടുക്കത്തില്ല. അതിൻ്റെ പേരാ മാനസാന്തരം. നിന്റെ വീടിനകത്ത് ഒരു പൈസയുടെ സമാധാനം ഇല്ല, സത്യല്ലേ? വർഷങ്ങളായിട്ട് നീ സ്പോർട്സ് സംബന്ധമായ ഒരു കാര്യത്തിലാണ് നിൽക്കുന്നതെന്നാ പറഞ്ഞേ. എന്തുവാ ചെയ്യുന്നേ? ഇവിടെ തൈക്കോണ്ടോ. എന്നോട് യേശു പറഞ്ഞേ, ഇവളെ ഭാരതം അറിയപ്പെടുന്ന ഒരു അത്ലറ്റായിട്ട് മാറുമെന്നാ. ഇവിടെ ആദ്യമായിട്ട് വന്ന ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഇനിയും നിന്നെക്കുറിച്ച് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞേ, ഈ സ്പോർട്സ് സംബന്ധമായിട്ടൊരു വ്യക്തിയുടെ നിന്റെ വീട്ടിലുണ്ടായിരുന്നു. അത് നിന്റെ പിതാവാ. വോളിബോൾ പ്ലെയർ ആയിരുന്നു നിന്റെ പിതാവ്. ഞാൻ അങ്ങനെ കാണുന്നേ. ആത്മാവ് എന്നോട് പറഞ്ഞ അടുത്ത ദൂത്, നിന്റെ പിതാവ് 3 പ്രാവശ്യം അപകടം കൊണ്ട് മരിക്കേണ്ട വ്യക്തിയായിരുന്നു. നിന്റെ ഒരു സഹോദരി മെഡിക്കൽ പരമായിട്ട് പഠിച്ച് ആ കോഴ്സ് പൂർത്തീകരിച്ച് അവൾ ഒരു രാജ്യം കടന്ന് യാത്ര ചെയ്യും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം അവളെയും കൂടെ തൊടാൻ പോകും. നിന്റെ വീട്ടിൽ ആരോ കരയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാ നിന്റെ പിതാവ് മരിക്കാന്നേ. മരണത്തിനും ജീവനും ഇടയ്ക്ക് 3 പ്രാവശ്യം വലിച്ചെടുത്ത പോലെ ഞാൻ കാണുന്നേ. എന്നോട് ആത്മാവ് പറഞ്ഞ സത്യ. ഒരു ബസ് ഇടിച്ച് വാരിയിൽ ഫുൾ ഒടിഞ്ഞ് ബ്ലഡ് ഫുൾ വൈറ്റ് ക്ലോട്ടിങ് ആയിരുന്നു. ഞാൻ അന്നേരം കണ്ണൂർ ഡിവിഷനിലാണ് പഠിക്കുന്നത്. എന്നെ അറിയിച്ചില്ല. ഞാൻ വീട്ടിൽ ലീവിന് വന്നപ്പോൾ അറിയുന്നത്. ആയിരുന്നു ആള്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളെ അറിയുന്നൊരു യേശു ഇവിടെ ഉണ്ട്. ഇരുന്ന മോളെ, അവൾ ഭാരതം അറിയപ്പെടുന്ന ഒരു അത്ലറ്റായിട്ട് മാറും. ഒന്നാർത്ത് വിളിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. എൻ്റെ പേര് ഷീനു. ഞാൻ കുമ്പഴയിൽ നിന്ന് വരുന്നു. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ പാസ്റ്റർ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എന്നോട് ദൂത് പറഞ്ഞു, ഞാൻ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു റെഫറിയാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ കോച്ചായിട്ട് പോകുന്നുണ്ട് തൈക്കോണ്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒന്നും വരുമെന്ന്. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ദൈവം ചെയ്യുന്നേ. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടു. ഇന്ന് നാഷണൽ റഫറി ആയിട്ട് ആ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. മനുഷ്യർക്ക് പറഞ്ഞു തരാൻ കഴിയാത്തത് ഹൃദയങ്ങളുടെ വിചാരങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു.
നിങ്ങളേറെ തകർന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ജീവിതം നോക്കിയല്ല, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയല്ല ദൈവം നിങ്ങളോട് പ്രവചനം പറയുന്നത്. മനുഷ്യൻ അനന്ത സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. എത്ര തകർന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും തകർന്നയാളാണെങ്കിലും യേശുവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ അനുധാവനം ചെയ്യാൻ തുടങ്ങുക. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയ നിങ്ങൾ ഈ നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇനി പഠനത്തിൽ മുന്നേറാൻ കഴിയില്ല, ഇനിയും ജീവിതത്തിൽ രക്ഷപ്പെടില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 10-40 വർഷം കൊണ്ട് ഞാൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിച്ചില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകും എന്ന് പറഞ്ഞ് കേൾക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, എല്ലാം തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന നിരവധി ആളുകൾ എന്നെ കേൾക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവമാണ്, പ്രതികരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുതം ചെയ്യാൻ, നിങ്ങളുടെ ജീവിതത്തിലും അതിശയം ചെയ്യാൻ എന്നോട് കർത്താവ് പറയുന്നത്, രോഗം നിമിത്തം എഴുന്നേൽക്കാൻ വയ്യാതെ തകർന്നു കിടക്കുന്ന വ്യക്തികൾ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുക. ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ തുടങ്ങുക. നിങ്ങൾ കിടക്കുന്ന കട്ടിൽ നിന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുക. ആക്സിഡന്റ് മൂലം തകർന്നു പോയ ഒരു ചെറുപ്പക്കാരനെ കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങുക. അവനൊരു മസ്തിഷ്കാഘാതം നടന്നിട്ടുണ്ട്, അവൻ്റെ മേലൊരു ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി തുടങ്ങുക. എല്ലാം തീർന്നിട്ടില്ല, കർത്താവ് ആരംഭിക്കാൻ തുടങ്ങുക. നിന്റെ നിലവിളിയുടെ മുൻപിൽ യേശു പ്രതികരിക്കാൻ തുടങ്ങുക. കണ്ണുകൾ അടച്ചാട്ടെ, ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ നിമിഷം എല്ലാ പ്രതീക്ഷകളും തകർന്ന് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി. അധികാരത്തോടെ രോഗികൾ സൗഖ്യമാകട്ടെ. എത്ര ശാപത്തിൻ്റെ കീഴിലായിരിക്കുന്ന വ്യക്തികളും ഈ നിമിഷം തന്നെ വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. അധികാരത്തോടെ രോഗികൾ സൗഖ്യമാകാൻ, തകർച്ചയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ക്യാൻസറുകൾ മാറിപ്പോകട്ടെ, ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ, മെനഞ്ചൈറ്റിസ് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സോറിയാസിസുകൾ സൗഖ്യമാകട്ടെ, മൈഗ്രെയിൻ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് എല്ലാ പ്രതീക്ഷകളിലും തകർന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് കരം പിടിച്ച് നടത്തുന്നതിന് നന്ദി. ഈ നിമിഷം തന്നെ സൗഖ്യം പുറപ്പെടുന്നതിന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിലുള്ള ആരാധനയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതൽ പ്രാപിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ 1-ാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0418-222-02007 എന്ന നമ്പറിലോ 9446-115091 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447-860-207. Our website www.elahimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446-115091 9526-190198.